നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ കെയർ സ്റ്റാമർ സർക്കാരിനെതിരെ വിമതരുടെ പടയൊരുക്കം. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാമിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വിമത നീക്കം. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ഹെൽത്ത് മിനിസ്റ്റർ കൂടിയായ ആൻഡ്രൂ ഗിൻ എം പി സ്ഥാനം രാജിവെക്കും. ആൻഡി ബെൻഹാമിനെ ജനപ്രതിനിധി സഭയിൽ എത്തിക്കാനുള്ള വിമത നീക്കം ശക്തം. ഗോർട്ടൺ ആൻഡ് ഡണ്ടൻ നിയോജക മണ്ഡലത്തിൽ ആൻഡി ബെൻഹാമിനെ മത്സരിപ്പിക്കും. സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനൊരുങ്ങിയ വില്യം രാജകുമാരൻ. വില്യമിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ. സൗദിയിലേക്കുള്ള വില്യം രാജകുമാരന്റെ ഔദ്യോഗിക സന്ദർശനം ഫെബ്രുവരിയിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 100 വർഷം പൂർത്തിയാക്കാൻ ഇരിക്കവെയുള്ള വില്യമിന്റെ യാത്രയിൽ വ്യാപാര ബന്ധം കൂടുതൽ വിപുലമാക്കും. UK-യിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്കിടയിലെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധനം പ്രാബല്യത്തിലേക്ക്. ബില്ല് പ്രഭുസഭ അംഗീകരിച്ചതോടെ നിയമപ്രാബല്യമുണ്ടായി. പ്രഭുസഭ സർക്കാരിന്റെ സ്കൂൾ ബില്ലിലെ ഭേദഗതി അംഗീകരിച്ചതിന് 150-നെതിരെ 261 വോട്ടുകൾക്ക്. അംഗീകാരം നൽകേണ്ടത് ജനപ്രതിനിധി സഭ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഔദ്യോഗികമായി പിന്മാറി. പിന്മാറ്റം കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടുവെന്നും പരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമുള്ള ട്രംപിന്റെ ആരോപണത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്തും ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്നും US ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയിൽ നിന്നും അമേരിക്കയുടെ പങ്കാളിത്തം അവസാനിപ്പിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള പാകിസ്ഥാൻ ഭീകരനെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉസ്മാൻ. ഭീകരനിൽ നിന്നും AM4 ഓട്ടോമാറ്റിക് റൈഫിൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. ജെയ്ഷെ ഭീകരനെ വധിച്ചത് കത്വ ജില്ലയിലെ ബിൽവാർ പ്രദേശത്ത് സൈന്യവും CRPയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ. മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിലെ തരന നഗരത്തിൽ സാമുദായിക സംഘർഷം. 22-കാരന് മർദ്ദനമേറ്റതിനെ ചൊല്ലി ഇരുഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ബസിന് തീവച്ച അക്രമി സംഘം വീടുകളും കടകളും തകർത്തു. പ്രദേശത്ത് നിരോധനാജ്ഞ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിടാതെ പ്രത്യേക അന്വേഷണ സംഘം. മുൻമന്ത്രിയുടെ ആദ്യ മൊഴി തൃപ്തികരമല്ലെന്ന് SIT. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയതിന്റെ വിവരങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി. കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും SITയുടെ അന്വേഷണം. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യും. 3ാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഈ മാസം 28-ന് വിധി പറയും. രാഹുലിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ SIT അപേക്ഷ നൽകി. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധന വേണമെന്ന പ്രോസിക്യൂഷൻ. ജാമ്യ ഹർജി മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി. വാർത്തകൾ വിശദമായി. സർ കെയർ സ്റ്റാമർക്കെതിരെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാമിനെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വിമതരുടെ ശ്രമങ്ങൾ ഫലം കാണുന്നു. ചില പ്രകോപനപരമായ വാട്സ്ആപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് 2025 ഫെബ്രുവരിയിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ഹെൽത്ത് മിനിസ്റ്റർ കൂടിയായ ആൻഡ്രൂ ഗിൻ MP സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. UKVO 1. അധികം താമസിയാതെ രാജ്യപ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണ് എങ്കിൽ ഒഴിവ് വരുന്ന ഗോർട്ടൺ ആൻഡ് ഡണ്ടൻ നിയോജക മണ്ഡലത്തിൽ ആൻഡി ബെൻഹാമിനെ നിർത്തി ജനപ്രതിനിധി സഭയിൽ എത്തിക്കാനാണ് വിമതരുടെ ശ്രമം. 2001 മുതൽ 2007 വരെ ജനപ്രതിനിധി സഭയിൽ അംഗമായിരുന്നു ബെൻഹാം. പിന്നീട് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഒരു കടുത്ത വിമർശകനായിട്ടുള്ള അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ ഇതിന് ലേബർ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകാരം നൽകേണ്ടതുണ്ട്. സ്റ്റാമർ അനുകൂലികൾക്ക് ഭൂരിപക്ഷമുള്ള കമ്മിറ്റി തങ്ങളുടെ നേതാവിനെ നാളെ പാരയക്കുമോ എന്ന ഒരു തീരുമാനം കൈക്കൊള്ളുമോ എന്നതിൽ ഉറപ്പില്ല. മാത്രവുമല്ല, പൊതുവെ ഭരണകൂട വിരുദ്ധ വികാരം ശക്തമാവുകയും മറുപുറത്ത് നൈജൽ ഫരാജിന്റെ റിഫോം UK ജനപ്രീതിയിൽ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. MP ആയാൽ മാത്രമേ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നും ഏതായാലും ഇത്തരത്തിൽ നടക്കുന്ന കിംവദന്തികളെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് ബെൻഹാം പ്രതികരിച്ചത്. സൗദിയെ മയപ്പെടുത്താൻ വില്യം രാജകുമാരനെ അയക്കാനൊരുങ്ങി ബ്രിട്ടൻ. ബ്രിട്ടീഷ് സർക്കാരിന്റെ താൽപര്യം ബഹുമാനിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ വില്യം രാജകുമാരൻ സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജകുമാരന്റെ സൗദി അറേബ്യയിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 2027-ൽ 100 വർഷം പൂർത്തിയാക്കാൻ ഇരിക്കവെയാണ് ഈ സന്ദർശനം. മാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര ബന്ധം കൂടുതൽ വിപുലമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 9 മുതൽ 11 വരെ ആയിരിക്കും സന്ദർശനം. 2023-ലെ കുവൈറ്റ് സന്ദർശനത്തിന് ശേഷം ഇത് ആദ്യമായാണ് വില്യം രാജകുമാരൻ ഒരു മധ്യപൂർവേഷ്യൻ രാജ്യം സന്ദർശിക്കുന്നത്. 1979-ൽ എലിസബത്ത് രാജ്ഞി സൗദി സന്ദർശനത്തിന് ശേഷം ഇരു രാജകുടുംബാംഗങ്ങളും തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ആ ബന്ധം ഉപയോഗിക്കാനുള്ള ഇപ്പോൾ ബ്രിട്ടൻ ശ്രമിക്കുന്നത്.
UK-യിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്കിടയിലെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കുന്ന ബില്ലിനെ പ്രഭുസഭ അംഗീകരിച്ചതോടെ ഇത് നടപ്പിലാകും എന്നത് ഏതാണ്ട് ഉറപ്പായി. 150-ന് എതിരെ 261 വോട്ടുകൾക്കാണ് പ്രഭുസഭ സർക്കാരിന്റെ സ്കൂൾ ബില്ലിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഭേദഗതി അംഗീകരിച്ചത്. ഇനി ജനപ്രതിനിധി സഭയാണ് ഇതിന് അംഗീകാരം നൽകേണ്ടത്. ലേബർ എംപിമാർ ഉൾപ്പെടെ പല ജനപ്രതിനിധി സഭാംഗങ്ങളും 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുന്നതിന് അനുകൂലിച്ച് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. 16 വയസ്സിൽ താഴെയുള്ളവരിൽ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിച്ച ഓസ്ട്രേലിയയുടെ നടപടിക്ക് പുറമെ പൊതുവെ ബ്രിട്ടനിലും അത്തരമൊരു നീക്കത്തിന് പിന്തുണ കൂടുതലാണ്. 60ഓളം ലേബർ എംപിമാരാണ് ഇതിനായി കൺസർവേറ്റീവ് പാർട്ടിക്കൊപ്പം ചേർന്ന് ആവശ്യമുയർത്തിയത്. എന്നാൽ കുട്ടികളുടെ ചാരിറ്റി ഉൾപ്പെടെ ചിലർ ഇത്തരമൊരു നീക്കത്തിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ നാഷണൽ വൈഡ് അവരുടെ മോർട്ട്ഗേജ് നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതനുസരിച്ച് ചില ഉപഭോക്താക്കൾക്ക് 50,000 പൗണ്ട് വരെ അധികമായി വായ്പയെടുക്കാൻ സാധിക്കും. നിലവിലുള്ളതും പുതിയതുമായ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ അവരുടെ വാർഷിക വരുമാനത്തിന്റെ 6 ഇരട്ടി വരെ വായ്പയെടുക്കാൻ കഴിയും. നേരത്തെ ഇത് 5.5 ഇരട്ടിയായിരുന്നു. സാധാരണയായി എല്ലാ ബാങ്കുകളും മോർട്ട്ഗേജ് പരിധി ഉപഭോക്താക്കളുടെ ശമ്പളത്തിന്റെ 4.5 ഇരട്ടിയായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാഷണൽ വൈഡിന്റെ ഈ മാറ്റം കൂടുതൽ പേർക്ക് അനുഗ്രഹമാകുമെന്ന് ഉറപ്പ്. എന്നാൽ പ്രതിവർഷം 75,000 പൗണ്ട് വരുമാനമുള്ള സിംഗിൾ ബോറോവർക്കർ 1,00,000 പൗണ്ട് വരുമാനമുള്ള കപ്പിൾസിനോ മാത്രമേ ഈ അധിക വായ്പ എടുക്കാൻ സാധിക്കൂ. ഇത് പുതിയ ഉപഭോക്താക്കൾക്കുള്ള മാനദണ്ഡമാണ്. നിലവിലെ ഉപഭോക്താക്കൾക്ക് ഈ കുറഞ്ഞ വരുമാന പരിധി ബാധകമാവില്ല. പവർ ബാങ്ക് നിരോധനവുമായി കൂടുതൽ വിമാന കമ്പനികൾ രംഗത്ത്. വിമാനയാത്രയിൽ പവർ ബാങ്ക് നിരോധിക്കുന്ന ആദ്യ യൂറോപ്യൻ വിമാന കമ്പനിയാവുകയാണ് ലുഫ്താൻസ. നേരത്തെ ഈ ജർമ്മൻ വിമാന കമ്പനി വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗിക്കാൻ യാത്രക്കാരെ അനുവദിച്ചിരുന്നു. എന്നാൽ അപകട സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്നാണ് പവർ ബാങ്ക് വിമാനങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയത്. നിരവധി വിമാനങ്ങളിൽ പവർ ബാങ്ക് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം അമിതമായി ചൂടായി ഒരു പവർ ബാങ്കിൽ നിന്നും എയർ ചൈനയുടെ A312 വിമാനത്തിൽ അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യസമയത്ത് അത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. സാവോപോളോയിൽ നിന്നും ആംസ്റ്റർഡാമിലേക്ക് പറക്കുകയായിരുന്ന ഒരു KLM വിമാനത്തിൽ കഴിഞ്ഞ ആഗസ്റ്റിൽ സമാനമായ സംഭവമുണ്ടായി. ലുഫ്താൻസയുടെ പുതിയ നിയമം അനുസരിച്ച് യാത്രക്കാർക്ക് പവർ ബാങ്ക് അവരുടെ ക്യാബിൽ ലഗേജിൽ കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ വിമാനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അത് ഉപയോഗിച്ച് ഡിവൈസുകൾ ചാർജ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. ചെക്ക്ഡ് ലഗേജിൽ പവർ ബാങ്ക് കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഗ്രാമപ്രദേശങ്ങളിലുടനീളം നൂറുകണക്കിന് അനധികൃത മാലിന്യ കൂമ്പാരങ്ങൾ കൂടുന്നതായുള്ള ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. 11 സൈറ്റുകളിൽ 10,000-കണക്കിന് ടൺ മാലിന്യങ്ങൾ അടുക്കിക്കൂട്ടിയിരിക്കുന്നു എന്ന് കണ്ടെത്തൽ. 2024-25 കാലയളവിൽ 700-ലധികം അനധികൃത മാലിന്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയെങ്കിലും കഴിഞ്ഞ വർഷ അവസാനം വരെ 517 കേന്ദ്രങ്ങൾ ഇപ്പോഴും സജീവമാണെന്ന് പരിസ്ഥിതി ഏജൻസി വ്യക്തമാക്കി. ചെഷയറിലെ നോർവിച്ചിൽ 2.8 ലക്ഷം ടൺ മാലിന്യമുള്ള കേന്ദ്രം ഉൾപ്പെടെ ലങ്കാഷെയർ, കോർൺവാൾ, കെന്റ്, ഓക്സ്ഫോർഡ്ഷെയർ എന്നിവിടങ്ങളിലായി വൻകിട മാലിന്യ കൂമ്പാരങ്ങളാണ് കണ്ടെത്തിയത്. ഗ്രാമീണ മേഖലകളിൽ കൃഷിയിടങ്ങളിലും അവിടങ്ങളിലെ പാതയോരങ്ങളോട് ചേർന്നുമാണ് പല കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. സംഘടിതമായ കുറ്റകൃത്യം നടത്തുന്ന സംഘങ്ങളായാണ് ഇതിന് പിന്നിലെന്നും പോലീസ് വെളിപ്പെടുത്തി. നിയമപരമായി മാലിന്യ സംസ്കരണ സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കിൽ മാലിന്യം ഏറ്റുവാങ്ങി കുഴിച്ചു മൂടുകയോ കൂമ്പാരങ്ങളാക്കുകയോ ചെയ്യുകയാണ് ഇവരുടെ രീതി. ഗ്ലോസ്റ്റർഷെയറിലെ ഓവറിൽ 10,000-കണക്കിന് ടൺ മാലിന്യം അടുക്കി കൂട്ടിയതിനെ തുടർന്ന് തീപിടുത്തവും പുകയും ഉണ്ടായതായും സമീപവാസികൾ ആരോഗ്യ പരിസ്ഥിതി ഭീഷണി നേരിടുന്നതായും പരാതിപ്പെടുന്നു. നദീതീരങ്ങളിലേക്കും വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലേക്കും മലിനീകരണം ചോർന്നൊഴുക്കുന്നു എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ സർക്കാരിന്റെയും പരിസ്ഥിതി ഏജൻസിയുടെയും നടപടികൾ അപര്യാപ്തമാണ് എന്നും വിമർശിച്ചു. കുറ്റവാളികളെ കണ്ടെത്തിയിട്ട് മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിൽ കാലതാമസമുണ്ട് എന്നാണ് ആരോപണം. പരിസ്ഥിതി ഏജൻസി അന്വേഷണം തുടരുകയാണ് എന്നും അനധികൃത മാലിന്യ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും അറിയിച്ചു. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷയും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളും വേണമെന്ന ആവശ്യവും ശക്തമാണ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഔദ്യോഗികമായി പിന്മാറി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറ്റം പ്രഖ്യാപിച്ചതിന് 1 വർഷത്തിന് ശേഷമാണ് ഈ നടപടി. ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയിൽ യുഎസിന്റെ എല്ലാ പങ്കാളിത്തവും അവസാനിച്ചു. യുഎസ് ആരോഗ്യ മനുഷ്യാവകാശ സേവന വകുപ്പ് ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള എല്ലാ ധനസഹായവും നിർത്തിവെച്ചതായും ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്തും ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്നും
US ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചതായും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ലോക ആരോഗ്യ സംഘടന സ്പോൺസർ ചെയ്യുന്ന നേതൃത്വ ബോഡികൾ, സാങ്കേതിക കമ്മിറ്റികൾ, വർക്കിംഗ് ഗ്രൂപ്പുകൾ എന്നിവയിലെ പങ്കാളിത്തവും US അവസാനിപ്പിച്ചു. രണ്ടാം ഊഴത്തിന്റെ ആദ്യ ദിവസം ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറിനെ തുടർന്നാണ് പിന്മാറ്റം. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടു എന്നും പരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും രാഷ്ട്രീയ സ്വാധീനത്തിൽ മോചിതമല്ല എന്നും ട്രംപ് ആരോപിച്ചു. പിന്മാറുന്നതിന് മുമ്പ് കടം വീട്ടാൻ ബാധ്യതയുണ്ട് എന്ന വാദം US നിഷേധിച്ചു. ഏജൻസിയിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് കുടിശ്ശിക തീർക്കാൻ US-ന് നിയമപരമായ ബാധ്യതയില്ല എന്നും ഒരു മുതിർന്ന HHS ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. 1948 പ്രമേയം ഒരു വർഷത്തെ നോട്ടീസും ഏതെങ്കിലും കുടിശ്ശിക അടയ്ക്കലും നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്കിലും ഇത് US-ന് ബാധകമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ 40ഓളം സംസ്ഥാനങ്ങളിൽ അതിശക്തമായ ശൈത്യതരംഗം തുടരുന്നതിനിടെ ആഗോള താപനത്തെ പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച പോസ്റ്റിൽ ആഗോള താപനത്തിന് എന്തു പറ്റി എന്ന് വിശദീകരിക്കാൻ പരിസ്ഥിതി പ്രവർത്തകരോട് ട്രംപ് ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തെ വെറും തട്ടിപ്പ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകളെ രാഷ്ട്രീയ അജണ്ടയെന്നും പരിസ്ഥിതി പ്രവർത്തകരെ പരിസ്ഥിതി കലാപകാരികൾ എന്നും വിളിച്ചു പരിഹസിച്ചു. അതേസമയം അതികഠിനമായ മഞ്ഞുവീഴ്ചയും ശൈത്യവും അമേരിക്കയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 16 കോടി ജനങ്ങൾ ശൈത്യരംഗത്തിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതായാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഡാലസ്, അറ്റ്ലാന്റ, ഒക്ലഹോമ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളം 1500-ലധികം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. മഞ്ഞുവീഴ്ചയും കഠിനമായ തണുപ്പുമുള്ള കനത്ത കാലാവസ്ഥയെ തുടർന്ന് അമേരിക്കയിലെ ഡാലസ് നഗരവാസികൾ അടുത്ത 4 മുതൽ 5 ദിവസം വരെ വീടിനുള്ളിൽ തന്നെ കഴിയാൻ തയ്യാറെടുക്കണമെന്ന് നഗര ഭരണകൂടം അറിയിച്ചു. ആവശ്യമായ ഭക്ഷണം, മരുന്നുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ മുൻകൂട്ടി ഒരുക്കണമെന്നും ഡാലസ് സിറ്റി എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു. ബുധനാഴ്ച വരെ പോലും വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകാം. കാലാവസ്ഥ പൂർണ്ണമായും ശാന്തമാകുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ നഗരം റെസ്പോൺസ് മോഡിലേക്ക് കടന്നതായും ഓഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റോഡുകളിൽ ഐസ് നീക്കൽ, അഭയകേന്ദ്രങ്ങൾ ഒരുക്കൽ, മാസങ്ങളായി തയ്യാറാക്കിയ അടിയന്തര പദ്ധതികൾ നടപ്പാക്കൽ എന്നിവ പുരോഗമിക്കുകയാണ്. അടുത്ത 48 മുതൽ 72 മണിക്കൂർ വരെ റോഡുകളിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ സമയത്ത് റോഡുകളിൽ ഇറങ്ങുന്നത് അപകടകരമാണ്. അതിനാൽ അത്യാവശ്യമില്ലെങ്കിൽ പുറത്തിറങ്ങരുത്. മഴയും മഞ്ഞുവീഴ്ചയും അവസാനിച്ചാലും അപകട സാധ്യത തുടരുമെന്നും അധികൃതർ അറിയിച്ചു. താപനില ഉയരുമ്പോൾ വെള്ള പൈപ്പുകൾ പൊട്ടാനും ജലവിതരണ ശൃംഖലയിൽ തകരാറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം നഗരത്തിലെ അടിയന്തര സേവന വിഭാഗങ്ങൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനിടെ അയൽവാസികളെ ശ്രദ്ധിക്കുവാനും സഹായിക്കുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വൈദ്യുതി, റോഡ് ഗതാഗതം, ആശുപത്രികളുടെ പ്രവർത്തനം, ജലവിതരണം തുടങ്ങിയ നിർണായക സംവിധാനങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും നിരീക്ഷിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും തകരാറുണ്ടായാൽ ഉടൻ പരിഹരിക്കാൻ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കനത്ത കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതയും സഹകരണവും അനിവാര്യമാണ് എന്നും നഗര ഭരണകൂടം ആവർത്തിച്ചു വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.99 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.61 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.44 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.91 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള പാകിസ്ഥാൻ ഭീകരനെ സൈന്യം വധിച്ചു. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉസ്മാനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ പക്കൽ നിന്നും M4 ഓട്ടോമാറ്റിക് റൈഫിൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കത്വ ജില്ലയിലെ ബില്ലാവർ പ്രദേശത്ത് സൈന്യവും CRPF-ഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ജെയ്ഷെ ഭീകരനെ വധിച്ചു. ജമ്മു കാശ്മീരിലെ പോലീസും ഉദ്യോഗസ്ഥനും എക്സിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കിഷ്ത്വാർ ജില്ലയിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ദീർഘകാലം ഒളിവിൽ കഴിയാൻ നിർമ്മിച്ചിരുന്ന ബങ്കറുകൾ കഴിഞ്ഞ ദിവസം സൈന്യം തകർത്തിരുന്നു. മേഖലയിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ ഓപ്പറേഷൻ റാഷി 1-ന്റെ ഭാഗമായി നടന്ന ഏറ്റുമുട്ടലിൽ ഹവിൽദാർ ഗജേന്ദ്ര സിംഗ് എന്നറിയപ്പെടുന്ന ഒരു സൈനിക ജവാൻ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സെമി കണ്ടക്ടർ ഉൽപാദനം ഈ വർഷം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ തുടങ്ങാനാകുമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2022 ജനുവരിയിൽ ആരംഭിച്ച ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ നിശ്ചയിച്ച സമയപരിധി
പാലിക്കാനാകുമെന്നും 5 വർഷത്തിനുള്ളിൽ വാണിജ്യ ഉൽപാദനം ആരംഭിക്കുക എന്നതാണ് 2022 മിഷൻ തുടങ്ങുമ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വാണിജ്യ ഉൽപാദനം 2026 ആരംഭിക്കും. 4 പ്ലാന്റുകൾ ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. 2025 തന്നെ 3 പ്ലാന്റുകളിൽ പൈലറ്റ് ഉൽപാദനം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സംവിധാനം അതിവേഗം രൂപമെടുക്കുകയാണെന്നും ആഗോള ഉപകരണ നിർമ്മാതാക്കൾ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും ശക്തമായ മെറ്റീരിയൽ നിർമ്മാണ സംവിധാനം ഉയർന്നു വരികയാണെന്നും വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. തൊഴിൽ ശക്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സെമി കണ്ടക്ടർ മിഷന്റെ ആദ്യഘട്ടത്തിൽ ലക്ഷ്യങ്ങൾ സമയബന്ധിതമായും അതിവേഗത്തിലും മുന്നേറുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 വർഷത്തിനുള്ളിൽ 85,000 വിദഗ്ധ പ്രൊഫഷണലുകളെ രൂപപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിലും 4 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇതിനകം തന്നെ 65,000 പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ പുരോഗതി ലോകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും സെമി കണ്ടക്ടർ വ്യവസായത്തിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ മൊത്തം നിക്ഷേപം ഏകദേശം $90 ബില്യൺ എത്തിയിട്ടുണ്ട് എന്ന് ഫെബ്രുവരി ഡൽഹിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ നിക്ഷേപം $150 ബില്യൺ ഉയരാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിൽ തരന നഗരത്തിൽ സാമുദായിക സംഘർഷം. ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന 22-കാരന് മർദ്ദനമേറ്റതിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച തർക്കമാണ് നിയന്ത്രണാതീതമായത്. സംഘർഷത്തിൽ ഇതുവരെ 6 പേർക്ക് പരിക്കേറ്റു. ബസിന് തീവച്ച അക്രമി സംഘം വീടുകളും കടകളും തകർത്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മേഖലയിൽ അക്രമം വ്യാപിപ്പിക്കുകയാണ്. പ്രദേശത്ത് പോലീസ് സുരക്ഷ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉജ്ജയിൻ ജില്ലാ ആസ്ഥാനത്ത് 35 കിലോമീറ്റർ അകലെയുള്ള ശുക്ല മൊഹല്ല എന്ന സ്ഥലത്താണ് സംഘർഷത്തിന്റെ തുടക്കം. വീടിന് സമീപത്ത് നിന്ന യുവാവിനെ ഒരു സംഘം ആക്രമിച്ചതാണ് സാമൂഹിക സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സംഘടിപ്പിച്ച ഒരു സംഘം ആളുകൾ വീടുകൾക്കും കടകൾക്കും നേരെ കല്ലെറിയുകയും ബസിന് തീവയ്ക്കുകയുമായിരുന്നു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 20 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘർഷം നിയന്ത്രിക്കാനായി പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിടാതെ പ്രത്യേക അന്വേഷണ സംഘം. കടകംപള്ളി നൽകിയ ആദ്യ മൊഴി തൃപ്തികരമല്ല എന്നും SITയുടെ വിലയിരുത്തൽ. സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയുകയുള്ളൂ എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ SITക്ക് നൽകിയ മൊഴി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ അടക്കം തീരുമാനങ്ങളിലെല്ലാം ദേവസ്വം ബോർഡിന്റേതായിരുന്നുവെന്നും വകുപ്പിന് ഇതേപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നുവെന്നും കടകംപള്ളി നേരത്തെ മൊഴി നൽകിയിരുന്നു. എന്നാൽ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയതിന്റെ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ അതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് SIT. വിശദമായ പരിശോധനയ്ക്കു ശേഷം കടകംപള്ളിയെ വീണ്ടും വിളിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. 2019 മുതലുള്ള കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി SIT രേഖപ്പെടുത്തിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കടകംപള്ളിയെ വിളിച്ചു വരുത്തി SIT മൊഴി രേഖപ്പെടുത്തിയത്. 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിന് അപേക്ഷ നൽകിയെന്നും അതിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പിൽ നിന്നും ബോർഡിലേക്ക് അപേക്ഷ കൈമാറിയെന്നുമായിരുന്നു പത്മകുമാർ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു അപേക്ഷ കണ്ടില്ലെന്നും എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. 3ാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഈ മാസം 28-ന് വിധി പറയും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. രാഹുലിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ SIT അപേക്ഷ നൽകിയിട്ടുണ്ട്. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. അതിന്റെ ശാസ്ത്രീയ പരിശോധന വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ചയാകുന്നു. അതിവേഗ റെയിൽപാതയ്ക്കുള്ള ഓഫീസ് പൊന്നാനിയിൽ സജ്ജമെന്ന് DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരൻ. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട സമയം കളയാനില്ല. 2ാം തീയതി ഓഫീസ് തുറക്കും. 15 ദിവസത്തിനകം പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകും. റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും E ശ്രീധരൻ. 14 സ്റ്റേഷൻ എന്നായിരിക്കും ആദ്യ പ്ലാൻ എന്നും E ശ്രീധരൻ പറഞ്ഞു. അത് പിന്നീട് 22 ഉയർത്തും. ആദ്യ സ്റ്റോപ്പ് തിരുവനന്തപുരത്തായിരിക്കുമെന്നും E ശ്രീധരൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, ആലുവ, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയായിരിക്കും സ്റ്റേഷനുകൾ. എറണാകുളത്ത് ബൈപ്പാസിനോട് അടുപ്പിച്ചായിരിക്കും സ്റ്റേഷൻ വരിക. കാസർഗോഡ് നിന്നും യാത്രക്കാർ കുറവാണെന്നാണ് പഠനം കണ്ടെത്തിയത്. അതുകൊണ്ട് കാസർഗോഡ് ഒഴിവാക്കി. 100 മുതൽ 150 വരെ ആളുകൾ മാത്രമാണ് കാസർഗോഡ് നിന്നുള്ളത്. പിന്നീട് ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കാം. കാസർഗോഡേക്ക് സ്റ്റേഷൻ നീട്ടണമെങ്കിൽ 200 കോടി രൂപ അധിക ചെലവ് വരും. 200 കിലോമീറ്റർ ആയിരിക്കും ട്രെയിനിന്റെ സ്പീഡെന്നും ശ്രീധരൻ കൂട്ടിച്ചേർത്തു.
ഇനി സ്പോർട്സ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് സമനില. ഗ്രൂപ്പ് ബി മത്സരത്തിൽ റെയിൽവേസിനോട് കേരളം സമനില വഴങ്ങിയത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ചു. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെ കേരളം തോൽപ്പിച്ചു. രണ്ടാം ജയം ലക്ഷ്യമിട്ടിറങ്ങിയ കേരളം മികച്ച മുന്നേറ്റങ്ങളോടെയാണ് തുടങ്ങിയത്. റെയിൽവേസ് പോസ്റ്റിലേക്ക് മുന്നേറ്റ നിര പലകുറി ഇരച്ചെത്തി. കിട്ടിയ അവസരങ്ങളിൽ റെയിൽവേസിന്റെ കൗണ്ടർ അറ്റാക്കുകളും ഉണ്ടായി. ഒടുക്കം 37-ാം മിനിറ്റിൽ കേരളം മുന്നിലെത്തി. റെയിൽവേസ് താരത്തിന്റെ സെൽഫ് ഗോളാണ് ടീമിനെ മുന്നിലെത്തിച്ചത്. വലതു വിങ്ങിൽ നിന്നുമുള്ള ക്രോസ് തടയാൻ ശ്രമിക്കവേ താരത്തിന്റെ പ്രതിരോധം പിഴച്ചു. പന്ത് നേരെ വലയിലേക്ക് കയറി. രണ്ടാം പകുതിയിൽ തിരിച്ചടി ലക്ഷ്യമിട്ട റെയിൽവേസ് മുന്നേറ്റം ശക്തമാക്കി. അതോടെ കേരള പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. എന്നാൽ മത്സരത്തിന്റെ അവസാനം കേരളത്തിന്റെ പ്രതിരോധം തകർന്നു. 80-ാം മിനിറ്റിൽ ഹെഡർ ഗോളിലൂടെ റെയിൽവേസ് സമനില പിടിച്ചു. മലപ്പുറം സ്വദേശി PK ഫസനാണ് വല കുലുക്കിയത്. പിന്നീട് മത്സരത്തിൽ മുന്നിലെത്താൻ ടീമിനായില്ല. അതോടെ സമനിലയോടെ മടങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ കെയർ സ്റ്റാമർ സർക്കാരിനെതിരെ വിമതരുടെ പടയൊരുക്കം. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാമിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വിമത നീക്കം. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ഹെൽത്ത് മിനിസ്റ്റർ കൂടിയായ ആൻഡ്രൂ ഗിനി MP സ്ഥാനം രാജിവെക്കും. ആൻഡി ബെൻഹാമിനെ ജനപ്രതിനിധി സഭയിൽ എത്തിക്കാനുള്ള വിമത നീക്കം ശക്തം. ഗോർട്ടൺ ആൻഡ് ഡണ്ടൻ നിയോജക മണ്ഡലത്തിൽ ആൻഡി ബെൻഹാമിനെ മത്സരിപ്പിക്കും. സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനൊരുങ്ങിയ വില്യം രാജകുമാരൻ. വില്യമിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ. സൗദിയിലേക്കുള്ള വില്യം രാജകുമാരന്റെ ഔദ്യോഗിക സന്ദർശനം ഫെബ്രുവരിയിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 100 വർഷം പൂർത്തിയാക്കാൻ ഇരിക്കവെയുള്ള വില്യമിന്റെ യാത്രയിൽ വ്യാപാര ബന്ധം കൂടുതൽ വിപുലമാക്കും. UK-യിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്കിടയിലെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധനം പ്രാബല്യത്തിലേക്ക്. ബില്ല് പ്രഭുസഭ അംഗീകരിച്ചതോടെ നിയമപ്രാബല്യമുണ്ടായി. പ്രഭുസഭ സർക്കാരിന്റെ സ്കൂൾ ബില്ലിലെ ഭേദഗതി അംഗീകരിച്ചതിന് 150-നെതിരെ 261 വോട്ടുകൾക്ക്. അംഗീകാരം നൽകേണ്ടത് ജനപ്രതിനിധി സഭ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഔദ്യോഗികമായി പിന്മാറി. പിന്മാറ്റം കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടുവെന്നും പരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമുള്ള ട്രംപിന്റെ ആരോപണത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്തും ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്നും US ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയിൽ നിന്നും അമേരിക്കയുടെ പങ്കാളിത്തം അവസാനിപ്പിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള പാകിസ്ഥാൻ ഭീകരനെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉസ്മാൻ. ഭീകരനിൽ നിന്നും AM4 ഓട്ടോമാറ്റിക് റൈഫിൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു. ജെയ്ഷെ ഭീകരനെ വധിച്ചത് കത്വ ജില്ലയിലെ ബിൽവാർ പ്രദേശത്ത് സൈന്യവും CRPയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ. മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിലെ തരന നഗരത്തിൽ സാമുദായിക സംഘർഷം. 22-കാരന് മർദ്ദനമേറ്റതിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ബസിന് തീവച്ച അക്രമി സംഘം വീടുകളും കടകളും തകർത്തു. പ്രദേശത്ത് നിരോധനാജ്ഞ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിടാതെ പ്രത്യേക അന്വേഷണ സംഘം. മുൻ മന്ത്രിയുടെ ആദ്യ മൊഴി തൃപ്തികരമല്ലെന്ന് SIT. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയതിന്റെ വിവരങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി. കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും SITയുടെ അന്വേഷണം. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യും. മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഈ മാസം 28-ന് വിധി പറയും. രാഹുലിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ SIT അപേക്ഷ നൽകി. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധന വേണമെന്ന പ്രോസിക്യൂഷൻ. ജാമ്യ ഹർജി മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.